പിന്നെ മമ്മൂക്ക ഇടിപ്പടം അത് തന്നെയാണ് പ്രതീക്ഷ. പക്കാ മാസ് പടം, അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ്. ഇതിന്റെ എല്ലാ പടങ്ങളിലും അവസാനം ഓസ്ലർ മമ്മൂക്കയെ ഭയങ്കര ഹൈലൈറ്റാണ് വെച്ചിരിക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അറിഞ്ഞുകൂടാ. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്, പടം വേറെ ലെവലായിരിക്കും. പിന്നെ മമ്മൂക്ക കുഞ്ഞിക്ക എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം നമ്മുടെ മമ്മൂക്കയുടെ പടമല്ലേ, ഇടിയെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഇടിയായിരിക്കും എന്തായാലും. പിന്നെ മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ് ഒക്കെയാണ്, നല്ലൊരു പ്രതീക്ഷയുണ്ട്, നന്നായിട്ട് വരും വിചാരിച്ച്. ബാക്കിയെല്ലാം ഇനി പടം കണ്ടിട്ട് പറയാം. ഈ സെയിം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മമ്മൂട്ടി വൺ മാൻ ഷോ പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ക ആക്ഷൻ മാസ് കോമഡി പടമായിട്ടാണ് പ്രതീക്ഷ വന്നിരിക്കുന്നത്. അതിന് എങ്ങനെ ഒരു മേക്കിംഗ് വൈസ് എങ്ങനെയാണെന്ന് കണ്ടിട്ട് പറയാം. എത്ര കോടി നേരുന്നു എന്നുള്ള ഇതിലല്ല, എന്ത് ചെയ്യുന്നു അതിലാണ് കാര്യം. മാസ് ശരിക്കും മഴയായിട്ട് രാവിലെ വന്നു നമുക്ക് എന്നുള്ള വ്യക്തികളുടെ ആരാധനകളാണോ അതോ പടം ഫസ്റ്റ് ഡേ കാണണമെന്നോ? അങ്ങനെയൊന്നുമല്ല, ഒരു വിശ്വാസം കൊണ്ടാണ്. ഇപ്പൊ ആരാധനയല്ലേ, വിശ്വാസം. എക്സ്പെക്ടേഷനാണ് നല്ല സിനിമ ആയിരിക്കും, നല്ല മാസ് പടമായിരിക്കും. മമ്മൂട്ടി ആയതുകൊണ്ട്, മമ്മൂക്ക ഫാൻ ആയതുകൊണ്ട് വേറെ എന്താണ് പ്രതീക്ഷ? 100 കോടി നേരിടുമോ? ചിലപ്പം മമ്മൂക്ക മൂവിയല്ലേ, മാസ് പടമാണ്, പ്രതീക്ഷയാണ്. പ്രതീക്ഷയ്ക്കൊത്ത് വരും. ഒന്നുമില്ലാതെ മമ്മൂക്ക നിർമ്മിക്കില്ലല്ലോ. മമ്മൂക്ക നിർമ്മിക്കുന്ന 5ാമത്തെ പടം തോന്നുന്നു. വമ്പൻ ഹിറ്റ് ആയിരിക്കും. ഈ ഒരു മഴയായിട്ട് ഫസ്റ്റ് ഈ വർഷമൊക്കെ വന്നത് മമ്മൂക്കയുടെ പ്രതീക്ഷ കൊണ്ടാണ് ഈ ഒരു പടം ഫസ്റ്റ് ഡേ കാണണം. അല്ല, ഇത് ഫസ്റ്റ് ഡേ കാണണമെന്നുണ്ട്. അതുപോലെ ഒരാഴ്ച മുമ്പേ ഓൺലൈനിൽ ഇട്ടതാണല്ലോ. അപ്പം ഏകദേശം ഇന്നത്തെ നാളത്തെ ടിക്കറ്റൊക്കെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഇപ്പം മഴ ആയിരുന്നാലും വരും. വേറെ നല്ല നല്ല കിടിലം പടമായിരിക്കും. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. കാര്യം എന്ന് വെച്ചാൽ നല്ല വൈഡ് റിലീസൊക്കെ ഉള്ളതല്ലേ, എന്തായാലും അടിക്കും. അഭിപ്രായമാണ്, വേറെ അഭിപ്രായം ഇല്ല. അതില് കംപ്ലീറ്റ് ആയിരിക്കും പടം. മമ്മൂക്ക ആയതുകൊണ്ട് പിന്നെ രാജ്ബി ഷെട്ടി എല്ലാവരും കൂടെ തകർക്കുകയും എന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഒരു എക്സ്പെക്ടേഷനും പിന്നെ ഹൈപ്പൊക്കെ കൂടുതലായിരുന്നു. അതുകൊണ്ട് പിന്നെ മമ്മൂക്കയുടെ ഫാൻസും ആയതുകൊണ്ട് അല്ല അറിയാലോ. പിന്നെ മിഥുൻ മാനുവൽ തോമസും വൈശാഖിന്റെ പടം ആയതുകൊണ്ട് നോക്കട്ടെ. ഇപ്പൊ പറയാൻ പറ്റൂല, ട്രെയിലർ കണ്ടിട്ടൊന്നും ഒരു പടത്തിന്റെ ഇത് പറയാൻ പറ്റില്ല. പടം കണ്ടിട്ടെ. ഒന്ന് മമ്മൂക്ക കമ്പനി, രണ്ടാമത് മിഥുൻ മാനുവൽ വൈശാഖ് മമ്മൂക്ക, ഈ ഒരു കോംബോ എങ്ങനെയായിരിക്കും പടം? അതാണ് എക്സ്പെക്ടേഷൻ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ പക്ഷെ ബുക്ക് ചെയ്തതും. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അല്ല, മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ആൾറെഡി നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ മാസം എന്ന് പറഞ്ഞാൽ വൈശാഖിന്റെ മാസം എടുക്കുമ്പോൾ വേറെ ആരും എടുക്കത്തില്ല. ഫസ്റ്റ് ഡേ കാണണമെന്നാണ്. ബിക്കോസ് ആരാധനയിലുപരി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു ഭീഷ്മപർവം എക്സ്പീരിയൻസ് ആയിരിക്കും. അതിനെ ബീറ്റ് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. സോ അതിനുണ്ടാണ്. യെസ്, അതിനറിയില്ല. സ്റ്റോറി ലൈൻ നന്നായിരിക്കും തോന്നുന്നു. നല്ല പടമായിരിക്കും. മിഥുൻ മാനുവൽ തോമസിന്റെ റൈറ്റർ ആയതുകൊണ്ട് അതാണ് പ്രതീക്ഷ. പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിമുരുകൻ്റെ ആ ഒരു സെറ്റിൽ വരുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു മുണ്ടെടുത്തുള്ള ഒരു ഫൈറ്റ് എന്നൊക്കെ പറയുന്നത്, അത് കാണുമ്പോൾ അത് വൈശാഖിൻ്റെ പടത്തിൽ മെയിനായിട്ടുള്ളതാണ്. പുറത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുള്ള ഒരു ഫൈറ്റ്, അത് മെയിനായിട്ട് ഫൈറ്റ് കാണാനാണ് വന്നത് മമ്മൂക്കയുടേത്. ബാക്കി നമ്മൾ കണ്ടിട്ട് പറയാം. ഫസ്റ്റ് ഹാഫ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയും. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ പ്രായമൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഈ പ്രായം എന്ന് പറഞ്ഞാൽ വെറും നമ്പർ മാത്രമാണ്. അതായത് 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ്, അതൊക്കെ വെറും നമ്പറാണ്. മമ്മൂക്ക എന്ത് ചെയ്യുന്നു? മമ്മൂക്കയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മമ്മൂക്കയ്ക്ക് ഡൂപ്പ് വേണമെന്ന് വെച്ച് എന്തുകൊണ്ടാണ്? പ്രായമല്ല അവിടെ മമ്മൂക്ക നോക്കുന്നത്. മമ്മൂക്കയുടെ മനസ്സാണ് അവിടെ എത്തുന്നത്. മനസ്സാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ വന്ന് ചെയ്യുന്നതും അത് നിങ്ങളുടെ മനസ്സാണ്. അതേപോലെ മമ്മൂക്ക എന്നുള്ള ഒരു നമ്മുടെ മഹാനടൻ്റെ ഒരു പടം കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും പടം കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും. ഓക്കെ.